അത് ഏറ്റവും ഹൈറ്റുള്ള കമ്പിലാണ്. അതിൽ ഇഷ്ടം പോലെ നാരങ്ങ ഉണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി കട്ട് ചെയ്തെടുക്കുകയാണ്. ഏതായാലും കായ്ച്ച കമ്പിൽ വീണ്ടും കായ്ക്കൊന്നുമില്ല. അത് ഇനി വേറെ നാമ്പ് വന്നിട്ടേ കായ്ക്കുള്ളൂ. അതുകൊണ്ട് ഏകദേശം കമ്പും ചില്ലോടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി നമുക്ക് നമ്മുടെ തോട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈൽഡ് തരുന്ന ഏറ്റവും കൂടുതൽ വിളവ് കിട്ടിയ മരങ്ങളിൽ ഒരു മരമാണ് സീഡ്ലെസ് ലെമണാണിത്. അപ്പോൾ ഇതിന് ഏകദേശം ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു 3 വർഷത്തോളം പ്രായമുണ്ട്. അപ്പോൾ അത്യാവശ്യം നാരങ്ങ നമ്മൾ ഇതിൻ്റെ അടിയിൽ നിന്ന് മുകളിൽ നിന്നൊക്കെ ആയിട്ട് പൊട്ടിച്ചെടുത്ത് ഇപ്പോൾ വർഷം തീരാറായിരിക്കും. അതായത് നമുക്ക് വീണ്ടും പൂവിട്ട് വരേണ്ട സമയമായിട്ടുണ്ട്. ഇനി പുതിയ നാമ്പുകളൊക്കെ വന്നിട്ട് പൂവിടും. അപ്പോൾ അതിൻ്റെ മുന്നേ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൽ ബാക്കിയുള്ള നാരങ്ങ കൂടി കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു മരത്തിൽ നിന്ന് മാത്രം ഇനി എത്ര ഇട്ടുകൊണ്ട് സീഡ്ലെസ് ലെമൺ കിട്ടും നോക്കാം. അതുപോലെ തന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു മരമാണ്. വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടർന്നിട്ട് ഇപ്പോൾ നമ്മൾ വെക്കുമ്പോൾ അധികം അകലം വിടാതെ തന്നെ വെച്ചാൽ അതുകൊണ്ട് 2 മരം അടുത്തടുത്ത് അതിൻ്റെ ഇടയിൽ ഒരു പാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് 4 വശത്ത് കൂടെ നടക്കാനൊന്നും ഇപ്പോൾ പറ്റാത്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെ ഉള്ളിലും അത്യാവശ്യത്തിന് ചെടിയും ഇതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നന്നായിട്ട് ഇനിയിപ്പോഴും നന്നായിട്ട് നാരങ്ങുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നാരങ്ങ കിട്ടുന്ന പറഞ്ഞാൽ ഇഷ്ടംപോലെ നാരങ്ങ പറഞ്ഞാൽ വരും. ഇതാ കിലോ കണക്കിന് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ കൂടി പൊട്ടിച്ചെടുക്കുക. അതുപോലെ തന്നെ ഇതിനൊന്ന് റെഡിയാക്കി കൊടുക്കുക. അതപ്പോൾ ഇന്നത്തെ പരിപാടി. ഈ വശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായി അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് മരം. ഈ ഭാഗത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാറയും ഉണ്ട്. ആ പാറയുടെ മുകളിൽ വന്ന് കിടന്നിട്ട് പാറ മുകളിൽ നിന്നൊക്കെ നമുക്ക് ഇഷ്ടംപോലെ നാരങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ ദ്രവിച്ച കമ്പൊക്കെ നമ്മൾ കോതി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുഞ്ഞു നാരങ്ങളുണ്ട്. ഇത് നമ്മൾ എന്തായാലും കട്ട് ചെയ്തെടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇതാ വലിയ നാരങ്ങ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കമ്പുകൾ ഉള്ളിൽ കണ്ടമാനം ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്നുണ്ട്. അതിനൊക്കെ കുറേ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് വായും വെളിച്ചം കിട്ടാനുള്ള കണ്ടീഷനിലാക്കി കൊടുക്കണം. അതിലിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടർന്ന് പന്തലിച്ചിട്ടാണ് ഇപ്പോൾ ഈ നാരങ്ങ ഉള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇനി വീണ്ടും അടിയിൽ നിന്ന് ഇതുപോലെ കമ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി വീണ്ടും പടർന്ന് പിടിച്ച് കഴിഞ്ഞാൽ അടിയിലേക്ക് തീരെ വരാൻ പറ്റാത്ത കണ്ടീഷനാവും. അപ്പോൾ അതിനൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് അതുപോലെ തന്നെ മറ്റുള്ള ചെടികളൊക്കെ ഇതിൻ്റെ അടിയിൽ വളർന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കട്ട് ചെയ്ത് മാറ്റി. ഇവിടെയൊക്കെ നാരങ്ങ ഉണ്ട്. ഇതൊക്കെ നാരങ്ങ ഉണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഇല പോയ കമ്പുകളൊക്കെ കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആവാൻ വരികയാണ്. ആ സമയമാകുമ്പോഴേക്ക് നല്ല സ്ട്രെങ്ത്തിൽ പുതിയ നാമ്പൊക്കെ വന്നിട്ട് നന്നായിട്ട് നാരങ്ങ ഉണ്ടാവണമെങ്കിൽ ഇത്തരത്തിലുള്ള കമ്പുകളൊക്കെ കട്ട് ചെയ്തെടുക്കണം. എങ്ങനെയായാലും നന്നായിട്ട് വിളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ ചെടിക്ക് നന്നായിട്ട് സൂര്യപ്രകാശം അതുപോലെ തന്നെ സൂര്യപ്രകാശം അതുപോലെ തന്നെ കാറ്റും വെളിച്ചമൊക്കെ കിട്ടിക്കഴിഞ്ഞാലാണ് ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സീസണിൽ നമുക്ക് നന്നായിട്ട് നാരങ്ങ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ കാറ്റും വെളിച്ചം കിടക്കാനുള്ള രീതിയിൽ ഇതേപോലുള്ള ദ്രവിച്ച് ചെറുതായ കമ്പുകളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി അപ്പുറത്തെ സൈഡിൽ ഇഷ്ടം പോലെ നാരങ്ങയൊക്കെ കട്ട് ചെയ്തെടുക്കാണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നിറയെ സീഡ്ലെസ് ലെമൺ ഉണ്ടായിട്ടുണ്ട്. ഒക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഉണ്ട്. നമ്മുടെ ഒരു കമ്പിൽ നിറയെ നാരങ്ങ ഉണ്ട്. ഇതിനൊക്കെ പൊട്ടിച്ചെടുക്കാൻ പോവാണ്. അത്യാവശ്യം ഉയരത്താണുള്ളത്. അത് ഏറ്റവും ഹൈറ്റുള്ള കമ്പിലാണ്. അതിൽ ഇഷ്ടം പോലെ നാരങ്ങ ഉണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി കട്ട് ചെയ്തെടുക്കുകയാണ്. ഏതായാലും കായ്ച്ച കമ്പിൽ വീണ്ടും കായ്ക്കൊന്നുമില്ല. അത് ഇനി വേറെ നാമ്പ് വന്നിട്ടേ കായ്ക്കുള്ളൂ. അതുകൊണ്ട് ഏകദേശം കമ്പും ചില്ലോടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ട്. ഇതൊക്കെ പൊട്ടിച്ചെടുക്കാൻ നല്ല പാടുള്ള സ്ഥലത്താണ് ഉണ്ടായിട്ടുള്ളത്. നാരങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ വശത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് പറഞ്ഞാൽ വലിയ കുഴിയാണ് അപ്പുറത്തേക്ക്. അപ്പോൾ ഇവിടെയൊക്കെ നാരങ്ങ പൊട്ടിച്ചെടുക്കാണ്ട് എപ്പോഴും വഴിക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് അതിൻ്റെ വേറെ സൈഡാണ്. ഇവിടെയൊക്കെ നന്നായിട്ട് നമ്മൾ വിചാരിക്കുന്നതൊക്കെ കൂടുതൽ ലെമൺ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. ഇതിനൊക്കെ പൊട്ടിച്ചെടുക്കാണ്. ഇവിടെ ദ്രവിച്ച കമ്പൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് അതിൽ നിന്ന് വീണ്ടും നാരങ്ങ കട്ട് ചെയ്തെടുത്ത് ഇവിടെ നല്ല കൂട്ടം കൂടിയിട്ടാണ് നാരങ്ങ നിൽക്കുന്നത്. ഇത് ചെറുനാരകമാണ്, ഇത് സീഡ്ലെസ് ആണ്. രണ്ടും വയ്ക്കുമ്പോൾ നമ്മൾ അധികം അകലം വിട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ
രണ്ടിപ്പോൾ ഏകദേശം ഒപ്പം എത്തിയിട്ടുണ്ട്. ഇതിലൊക്കെ സീഡ്ലെസ് ഉണ്ടാകുമ്പോൾ തന്നെ ഇതിലൊക്കെ നന്നായിട്ട് ചെറുനാരങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കമ്പൊക്കെ ഉണ്ട്. അതുപോലെ ഇഷ്ടംപോലെ നാരങ്ങ ഉണ്ട്. നമ്മൾ കൂടുതൽ കമ്പം ജില്ലയുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടായ കാഴ്ച നാരങ്ങത്തിനൊന്നും കാണിക്കാൻ പറ്റില്ല. ഇവിടെ ചൂടും വെയിലിൻ്റെ ചൂടും പാറയുടെ ചൂടും കൂടിയിട്ട് ഇലയൊക്കെ തന്നെ ഒന്ന് ഇതായി വരുന്നുണ്ട്. നമ്മൾ നനയ്ക്കണമെന്ന് പറഞ്ഞാൽ ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് അതിൻ്റേതായ ഒരു നനവ് കിട്ടുള്ളൂ. എന്തായാലും മഴയെ കാത്തിരിക്കുകയാണ്. നമ്മളെപ്പോലെ തന്നെ ചെടികളും മഴ പെയ്താലാണ് ഇനി ഇതിൻ്റെ കൂടുതൽ സംഭവങ്ങളൊക്കെ റെഡിയാവുള്ളൂ. മഴ കിട്ടിക്കഴിഞ്ഞാലാണ് ചെടി വീണ്ടും നന്നായിട്ട് ഇനി പുതിയതായിട്ട് പൂക്കും കായ്ക്കുകയൊക്കെ ചെയ്യുള്ളൂ. ഇത്തരത്തിലുള്ള കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് അടുത്ത പൂക്കും കായ്ക്കുകയൊക്കെ ചെയ്യും. ഇതിതാ വേറൊരു ഭാഗമാണ്. ഇവിടെയും ഇതേപോലെ മരങ്ങളുണ്ട്. അതുപോലെ തന്നെ കാട് പിടിച്ച പോലെ ഇവിടെയും കമ്പം ജില്ലയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇഷ്ടംപോലെ നാരങ്ങ പറഞ്ഞാൽ ഇഷ്ടംപോലെ നാരങ്ങുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഫുള്ളായിട്ട് ഇതിൽ നിന്ന് നാരങ്ങ പൊട്ടിച്ചെടുത്തിട്ട് ഫുള്ളായിട്ട് പ്രൂൺ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ചെയ്തിട്ടില്ല. ഒരു മീഡിയം ലെവലിൽ ഇതാ അതേപോലെ ഉള്ള മീഡിയം ലെവലിലാണ് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പരമാവധി കിട്ടാവുന്നിടത്തോളം നാരകം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മഴ വരട്ടെ. മഴ പെയ്തതിൻ്റെ ശേഷം അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈ വർഷം കൂടി ഇങ്ങനെ വിട്ടു കൊടുക്കാൻ ഉള്ള പരിപാടിയാണ്. അതിൻ്റെ അപ്പുറത്തല്ല, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറുനാരങ്ങ മരത്തിൽ ചെറുനാരങ്ങയാണിത്. ലാസ്റ്റ് സീസണിൻ്റെ എൻഡാണ്. എന്നാലും നമുക്കിതാ ഇനിയും നാരങ്ങ പൊട്ടിച്ചെടുക്കാനുള്ള കണ്ടീഷൻ തന്നെയാണ്. ഇനിയും കൊണ്ട് കുറേ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതാ ഇപ്പോൾ ഏകദേശം ഒരു 10-15 കിലോ നാരങ്ങ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്കിതാ ഇത്രയും നാരങ്ങ കിട്ടിയിട്ടുണ്ട്. ഇതാ ഇനിയും പൊട്ടിച്ചെടുക്കാനൊക്കെ ഉണ്ട്. വെയിലിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഇത്രയും നാരങ്ങ പൊട്ടിച്ചെടുത്ത് ചെറിയ രീതിയിലൊന്ന് പൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്നതിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് നാരങ്ങ കൃഷി പലരും ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നാരങ്ങ വിളയുന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുമ്പോഴേക്കും ബൈ.